97,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊക്കോളൂ ചേട്ടാ, രൂക്ഷമായി നോക്കുന്നു. നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ കാല് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ 40. എക്സ്പ്രസോ ഓടിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്നോർത്തിട്ടാണ്. അപ്പം ചെറിയൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് വേണേൽ പറയാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. വിൻഡോസ് ആണെങ്കിലും അതുപോലെ വിൻഡ്ഷീൽഡ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ബോണറ്റ് എനിക്ക് നല്ലതായിട്ട് കാണാം. പിന്നെ ഇത്തിരി ഹൈറ്റിലിരിക്കുന്ന രീതിയിലാണ് ഇത് പോകുന്ന സെന്നാണ്. അതിനേക്കാളും എല്ലാം കുറച്ചും കൂടെ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അത് നല്ലൊരു രസമുള്ളൊരു കാര്യമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് അകത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ വലിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണ്. ഒരു കുഞ്ഞ് ഫാമിലി കാറായിട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ചെറിയ വണ്ടി ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീല് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ പ്രായമായവരൊക്കെ ആണെങ്കിലും വണ്ടിയിൽ കയറാനും ഇറങ്ങാനും ഒക്കെ അത്യാവശ്യം ഈസി ആയിട്ട് പറ്റും. ബസ് വരുന്ന വരവ് കണ്ടോ വളവിനകത്ത് ഉണ്ടോ? ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്. സോ നമ്മളും അതുപോലെയൊക്കെ ഓടിച്ച് പഠിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയായിട്ട് അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് പറ്റുന്ന വണ്ടിയല്ല. ഇതൊരു ബേസിക് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു ചെറിയ ഫാമിലിക്കാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഈസി ഇതായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വിസിബിലിറ്റി ഒക്കെ കുറച്ചും കൂടെ നല്ലതായതുകൊണ്ട് ആദ്യമായിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് ഒരു എൽബോർഡൊക്കെ വെച്ച് കൊണ്ട് നടക്കാനായിട്ട് നല്ലതായിരിക്കും. ഓട്ടോമാറ്റിക് ഒക്കെ അവൈലബിൾ ആണ്. സോ ഓട്ടോമാറ്റിക് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കത് മാനുവലി നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വാഹനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് എക്സ്പ്രസോ. പിന്നെ ഇവിടെയാണ് മീറ്റർ കൺസോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റൗണ്ട് കാണാം, നമ്മൾ മിനി കൂപ്പറിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ. മിനി കൂപ്പറുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമെന്നല്ല, എങ്കിലും ആ ഒരു രീതിയിൽ കാണാം. ഒരു ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് സെൻട്രലായിട്ട് എഴുതാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും വണ്ടിയുടെ സ്പീഡൊക്കെ. അപ്പം ബാക്കിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ പറയടാ നീ ഓവർ സ്പീഡിലാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റും. നമുക്ക് ടൗണിനകത്തൂടെ നമുക്ക് അത്യാവശ്യം ഇടയ്ക്കൂടെ എല്ലാം കുത്തി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു ബ്ലോക്കിനകത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു വണ്ടിയെ പറ്റുള്ളൂ ആക്ച്വലി. അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ഇടവഴി കൂടിയൊക്കെ ആണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ഈസിയാണ്. സോ അതാണ് എക്സ്പ്രസോയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നല്ലതാണ്. നമ്മൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയാണ്. സോ 180 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കണ്ടോ ഇതുപോലത്തെ കുഴിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചാടി പോവാം. നമുക്ക് ഇങ്ങനെ കുഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓഫ് റോഡ് പോകാനായിട്ട് നമ്മൾ വേറെ സ്ഥലത്തൊന്നും പോകാൻ ചടി തട്ടും എന്നൊരു ഡൗട്ടേ നമുക്ക് വരുന്നില്ല. കാരണം എൻ്റെ ബലോനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പേടി കാണും, അടി തട്ടുമെന്ന്. ഇതിനകത്ത് അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല. 0 to 80 ആക്സിലറേഷൻ കൂടെ ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് 80 എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 80 കിലോമീറ്റേഴ്സ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ 80 കിലോമീറ്ററിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ MVD നമ്മളെ പിടിച്ച് അകത്തിടും. സോ അതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. പൊക്കോളൂ ചേട്ടാ, രൂക്ഷമായി നോക്കുന്നു. നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ കാല് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ 40. സെക്കൻഡ് ഗിയർ ഞാൻ ഫുള്ള് കാല് കൊടുത്തില്ല, കാരണം വണ്ടി ഉള്ളത് കൊണ്ട്. സെക്കൻഡ് ഗിയർ 81 അടിച്ചു. അത് എക്സലറേഷൻ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ ഓൾമോസ്റ്റ് നമുക്ക് 42-43 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റീച്ച്ഡ് 82 എത്തി. നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ 82 എത്തിയിട്ടുണ്ട്. സോ ഇതാണ് എക്സ്പ്രസോയുടെ ആക്സിലറേഷൻ. ഈ ചേട്ടൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് ലെഫ്റ്റിലേക്ക് നൈസായിട്ട് ഒതുക്കി, എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി. പക്ഷേ വെയിറ്റ് ഓവർ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഇത്രയും സ്പീഡിൽ ഓടിക്കാനുള്ളൊരു കാറല്ല. ഒരു കുഞ്ഞ് ഫാമിലി കാറല്ല, ഒരു സിറ്റി കാറായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാറാണ്. നമുക്ക് സിറ്റിയിൽ കൊണ്ട് നടക്കാനായിട്ടും അത്യാവശ്യം ഇതുപോലെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വണ്ടി കയറിക്കോളും, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. AC ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ കാല് കൊടുക്കുന്നത്. നമ്മൾ AC ഓഫ് ആക്കിയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. സോ എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള കാറുകളിൽ എഞ്ചിനും അതിൻ്റെ ആ ഒരു പ്രൈസും എല്ലാം വെച്ചിട്ട് ഇതിന് ആ ഒരു അഡാക്വേറ്റ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട്. മൈലേജ് ഏകദേശം 25 കിലോമീറ്ററോളം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നമുക്ക് എക്സ്പ്രസോ എന്ന് പറയുന്നത്. പിന്നെ ഇതുണ്ട് ഗിയർ ഷിഫ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം 4ാമത്തെ ഗിയറിലാണ് ഞാൻ വണ്ടി ഇട്ടിരിക്കുന്നത്. 32 മാക്സിമം എത്ര താഴേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. 32, 30 ആയിട്ടുണ്ട്. പുറയിൽ വണ്ടിയുണ്ട്, അയാളെ ചീത്ത വിളിക്കും. ഷിഫ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. 40 കിലോമീറ്റർ ആണ് സ്പീഡ്. കാല് കൊടുക്കുന്നുണ്ട്. വണ്ടി എഞ്ചിൻ ഇടിപ്പോ കാര്യമൊന്നുമില്ല. ചെറിയൊരു സ്ലോപ്പ്, ചെറിയൊരു കയറ്റമാണ് വരുന്നത്. അതിലും കയറി പോകുന്നുണ്ട്. ഞാൻ സ്പീഡ് ഇച്ചിരി കൂടെ കുറച്ച് നോക്കുന്നുണ്ട്. 38 36 5ാമത്തെ ഗിയറിലേക്ക് ഞാൻ വന്നിട്ട് നോക്കുകയാണ്. 5ാമത്തെ ഗിയറിൽ ഇടുമ്പം ചെറിയൊരു വൈബ്രേഷൻ വന്നു ആക്ച്വലി. പക്ഷേ ഓക്കെ, ആ സ്ലോപ്പ് മാറിയപ്പോൾ അതങ്ങ് തീർന്നു.
കുഴപ്പമില്ല. അഞ്ചാമത്തെ ഗിയറിന് എനിക്ക് തോന്നുന്നു 38-39 കിലോമീറ്ററാണ് നല്ലൊരു സ്പീഡ്. എന്ന് വെച്ചാൽ നോക്കിംഗ് ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്പീഡ്. ഇപ്പം ഓക്കെ, ഒരു നോക്കിങ്ങും ഇല്ല, 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും അഞ്ചാമത്തെ ഗിയറിൽ. അഞ്ചാമത്തെ ഗിയറിനും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും അഞ്ചാമത്തെ ഗിയറിൽ പോയി നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. വണ്ടി കയറുന്നുണ്ട്, പതുക്കെയാണ് കയറുന്നത്, വലിയ പിക്കപ്പൊന്നും കാണില്ല, കാരണം ചെറിയ എഞ്ചിനാണല്ലോ. സോ കയറുന്നുണ്ട്. അഞ്ചാമത്തെ ഗിയറിൽ 40 വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കാല് കൊടുക്കുമ്പോൾ പോലും വണ്ടി മൂവ് ആവുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എഞ്ചിൻ്റെ കാര്യത്തിൽ മാരുതി അത്ര മോശമൊന്നുമല്ല എവിടെയും. അത്ര മോശമായിട്ടുള്ള എഞ്ചിൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അല്ല ഒരിക്കലും മാരുതി. സോ അതുകൊണ്ട് നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. എൻ്റെ വണ്ടി ബലേനോ ആണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓടിച്ചുകൊണ്ട് നടക്കാൻ സിറ്റി യൂസിന് കുറച്ചും കൂടെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പൊസിഷൻ, സീറ്റിംഗ് പൊസിഷനും കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഓടിച്ചതിനകത്ത് എനിക്ക് സീറ്റിംഗ് പൊസിഷനും ബലേനോനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടു. ഇതൊരിക്കലും ബലേനോനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമല്ല. അത് ആക്ച്വലി കുറച്ചും കൂടി ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി അതല്ല, ഇതൊരു മൈക്രോ അല്ലെങ്കിൽ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന ഒരു കാറാണ്. എങ്കിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു കംഫർട്ട്, ഇരിക്കാനുള്ള സീറ്റിംഗ് പൊസിഷൻ്റെ കംഫർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ വെച്ചിട്ട് വണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ നമുക്കപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നമുക്കപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.